ടോപ്പ് ഹെഡ്ലൈൻസ്. KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും കെ സുധാകരൻ മാറും. പകരക്കാരൻ ആരെന്നതിൽ തീരുമാനമായില്ല. ആന്റോ ആന്റണിക്കും സണ്ണി ജോസഫിനും സാധ്യത. നേതൃമാറ്റം ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ട് പരിഗണിച്ച് നിലവിലെ അധ്യക്ഷന്റെ അനാരോഗ്യവും തിരിച്ചടിയെന്ന റിപ്പോർട്ട്. നേതൃമാറ്റം അറിയില്ലെന്ന് കെ സുധാകരൻ. മാറാൻ ആരും പറഞ്ഞിട്ടില്ല. സ്ഥാനം മാറേണ്ട കാര്യമില്ലെന്നും സുധാകരൻ. പ്രചരിക്കുന്നത് ഊഹാപോഹങ്ങൾ മാത്രമെന്ന് ആന്റോ ആന്റണി MP. പഞ്ചാബിൽ 2 പാക് ചാരന്മാർ പിടിയിൽ. സൈനിക കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന് പോലീസ്. പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ എക്സ് അക്കൗണ്ട് വിലക്കി ഇന്ത്യ. അതിർത്തിയിൽ പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ. ചെനാബ് നദിയിലെ ബംഗ്ലിഹാർ ഡാമിന്റെ ഷട്ടർ താഴ്ത്തി ഇന്ത്യ. പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം കുറച്ചു. ഡ്രോണുകളെ തകർക്കുന്ന മിസൈലുകൾ ഇന്ത്യക്ക് കൈമാറി റഷ്യ. ഊരാവേശത്തിലേക്ക് തൃശൂർ മാനത്ത് വർണ്ണവിസ്മയം തീർത്ത് സാമ്പിൾ വെടിക്കെട്ട്. ആവേശത്തിരി കൊളുത്തി തിരുവമ്പാടിയും പാറമേക്കാവും. പൂരം മറ്റന്നാൾ. മുമ്പ് ഒരാള് വിവാഹം കഴിച്ചു, കുറെ കാലമായിട്ടും കുട്ടികൾ ഉണ്ടാവുന്നില്ല. ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കാണിച്ചു. അവസാനം ഡോക്ടർമാർ വിധി എഴുതി, നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അയാൾ പുറത്തിറങ്ങി വന്നപ്പോൾ അടുത്ത വീട്ടിലത്തെ കുട്ടീനെ കണ്ടു. വാ മോനെ, നിന്റെ അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞ പോലെ UDF സർക്കാർ കൊണ്ടുവന്ന എല്ലാ നേട്ടങ്ങളെയും സ്വന്തം അക്കൗണ്ടിലാക്കാൻ നോക്കുന്ന പിണറായി വിജയനെ കാണുമ്പോൾ സന്താനോൽപാദന ശേഷി നഷ്ടപ്പെട്ട ഒരു വ്യക്തിനെയാണ് ഇവിടെ ഓർമ്മ വരുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി കെ മുരളീധരൻ. സന്താനോൽപാദന ശേഷിയില്ലാത്ത ആളെ പോലെയാണ് പിണറായിയുടെ അവകാശവാദം. ഒരു നാണവുമില്ലാതെ UDF പദ്ധതികളുടെ പിതൃത്വം പിണറായി ഏറ്റെടുക്കുന്നു. UDFന്റെ കുട്ടികളുടെ അവകാശം ഏറ്റെടുക്കാൻ LDF ശ്രമിക്കുന്നുവെന്നും മുരളീധരൻ. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ADGPMR അജിത് കുമാറിനെതിരെ മന്ത്രി കെ രാജന്റെ മൊഴി. അജിത് കുമാറിനെ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലെന്ന് കെ രാജൻ. മൊഴി വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് കെ രാജൻ. പൂരം വിവാദത്തിൽ DGP ഈ മാസം റിപ്പോർട്ട് നൽകും. കെ രാജന്റേത് പ്രധാനപ്പെട്ട മൊഴിയെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഇസ്രായേൽ വിമാനത്താവളത്തിന് നേരെ ഹൂതി ആക്രമണം. മിസൈൽ ആക്രമണം ബെൻ ഖുറിയോൺ വിമാനത്താവളത്തിന് നേരെ. 6 പേർക്ക് പരിക്ക്. ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ. വിവാദങ്ങൾക്ക് പിന്നാലെ വേടന് വീണ്ടും വേദി നൽകിയ സർക്കാർ. ഇടുക്കിയിലെ എന്റെ കേരളം പ്രദർശനമേളയിൽ വേടന്റെ റാപ്പ് ഷോ നാളെ. വീണ്ടും നടത്തുന്നത് വിവാദങ്ങൾക്ക് പിന്നാലെ റദ്ദാക്കിയ പരിപാടി. വേടന് കേരളത്തിന്റെ പരിരക്ഷയുണ്ടെന്ന് MP ഗോവിന്ദൻ മാസ്റ്റർ. വനംവകുപ്പിന്റെ നടപടി ഇരട്ടത്താപ്പെന്ന് ബിനോയ് വിശ്വം.